അല്ലാഹുവിന്റെ നാമ് നിന്നിലേറി വന്നാൽ അല്ലാഹുവിനെ വിളിക്കാത്തവരാരുണ്ട്. നൗഫൽ എന്ന് പറഞ്ഞ വ്ളോഗറെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. കാരണം ഉമ്മയും മോനും എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിനകത്ത് കൂടെ ഒരുപാട് കുടുംബ പ്രേക്ഷകർ ദിനം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഫാമിലി വ്ളോഗറാണ് നൗഫൽ. ഉമ്മയും മോൻ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലൂടെയാണ് അവർ പ്രശസ്തനായത്. പിന്നെ നൗഫലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അയാളുടെ ലൈഫ് വളരെ ഹാപ്പിയാണ്. തുടക്കത്തിൽ ഭയങ്കര സ്ട്രഗ്ലിംഗ് സ്റ്റേജ് ആയിരുന്നു കേട്ടോ. ടിക്ടോക്കിലൊക്കെ ആണെന്ന് തോന്നുന്നു അവരുടെ ഫസ്റ്റത്തെ വീഡിയോസൊക്കെ വന്നു തുടങ്ങിയത്. അത് കഴിഞ്ഞതിന് ശേഷം ടിക്ടോക്ക് ബാൻ ചെയ്തതിന് ശേഷം യൂട്യൂബിലേക്ക് വന്നപ്പോൾ നമുക്ക് തുടക്കത്തിലൊക്കെ അറിയാം ഒരു കൂലിപ്പണിക്കാരനായ ഒരു സാധാരണക്കാരായ മനുഷ്യനായിരുന്നു നൗഫല്. പിന്നെ അതിന് ശേഷം യൂട്യൂബിനകത്തുള്ള ഫാമിലി വ്ളോഗിംഗ് ഒക്കെ തുടങ്ങിയതിന് ശേഷം അടിച്ചു കയറി എന്നുള്ളതാണ്. ഒരുപാട് ആളുകൾ നൗഫലിനെയും കുടുംബത്തെ ഇഷ്ടപ്പെട്ടു. നൗഫലിന്റെ ഉമ്മ, അവന്റെ കുടുംബം അതിനെല്ലാവരും ഇഷ്ടപ്പെട്ടു, ഒരുപോലെ സ്വീകരിച്ചു. അങ്ങനെ പിന്നെ അടിക്കടി കയറ്റുമായിരുന്നു. അതിനിടയ്ക്ക് നൗഫലിന്റെ കല്യാണം കഴിഞ്ഞു. ഇപ്പൊ നൗഫലിനൊരു നല്ല ഭംഗിയുള്ള ഒരു കുട്ടി ഉണ്ടായിട്ടുണ്ട്, മാഷാ അല്ലാഹ്. അപ്പോൾ എനിക്ക് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഒരു മെസ്സേജ് എന്നുള്ള രീതിയിൽ എനിക്ക് ഫസ്റ്റ് തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു മനുഷ്യന്റെ ജീവിതത്തിലും സന്തോഷം കാലാകാലത്തേക്കായിട്ട് നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ്. എല്ലാ മനുഷ്യന്മാരുടെ ജീവിതത്തിലും സന്തോഷവും സങ്കടവും എല്ലാം മിക്സ് ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ഇപ്പോൾ നൗഫലിന്റെ കുടുംബത്തിലുള്ള ഒരു ഏറ്റവും വലിയൊരു സങ്കടം, അല്ലെങ്കിൽ അയാളുടെ വ്ളോഗിലൂടെ കുറച്ചധികം ദിവസങ്ങളായിട്ട് നമ്മൾ കാണുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നൗഫലിന്റെ ഉപ്പ ഹോസ്പിറ്റലൈസ്ഡ് ആവും. ഒരു ചെറിയ സംഭവമൊന്നും അല്ല കേട്ടോ, ഒരുപാട് ദിവസങ്ങളായിട്ട് നീണ്ടു നിൽക്കുന്ന ഒരു ഹോസ്പിറ്റലൈസേഷൻ ആണ്. അതും ഉപ്പാന്റെ സിറ്റുവേഷൻ വളരെ മോശമാണ്, ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് എന്ന് തന്നെ വേണമെന്നുണ്ടെങ്കിൽ പറയാം. നൗഫലിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഒരു ചെറിയ കുട്ടിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ കുട്ടീൻ്റെ കൂടെ പോലും ടൈം സ്പെൻഡ് ചെയ്യാനുള്ള സമയമില്ല. കാരണം 24/7 ഫുൾ ടൈം ഹോസ്പിറ്റലിലാണ്. അപ്പോൾ ഹോസ്പിറ്റൽ അപ്ഡേറ്റ്സ് വെച്ചിട്ടൊക്കെ ഇപ്പം അദ്ദേഹത്തിന്റെ വ്ളോഗുകൾ വളരെ കൂടുതലായിട്ട് ഇപ്പം നമുക്ക് യൂട്യൂബിനകത്ത് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ ഉപ്പാന്റെ സ്റ്റേജ് പറയുകയാണെങ്കിൽ ഉപ്പാക്ക് ഒരുപാട് അസുഖങ്ങൾ ഉണ്ട് എന്നാണ് നൗഫൽ ഒരു വ്ളോഗിലകത്ത് ഡിസ്ക്ലോസ് ചെയ്തത്. ഉപ്പാക്ക് വയറിനകത്ത് എന്തൊക്കെയോ ഉദരസംബന്ധമായിട്ടുള്ള രോഗങ്ങളുണ്ട്, ക്യാൻസറിന്റെ ചില ലക്ഷണങ്ങളുണ്ട്, TB ഉണ്ട്, അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയോ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ച് ഡോക്ടറെ കാണിക്കുന്നൊക്കെ വ്ളോഗും അപ്ഡേറ്റ്സ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പാന്റെ കേസ് വളരെ ക്രിട്ടിക്കലാണ്. പക്ഷേ ഇത്രയും പ്രയാസങ്ങൾക്കിടയിലും നൗഫൽ ആക്ച്വലി എന്ത് ചെയ്യുന്നുണ്ടെന്ന് അറിയോ, ഉപ്പാനെ കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. ഈ പോകുന്ന കൂട്ടത്തിൽ നൗഫൽ ഉപ്പാക്ക് വേണ്ടി ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കയ്യിൽ വെക്കുന്നുണ്ട്. അപ്പോൾ സത്യത്തിൽ ഇതിന് പ്രസക്തി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെയധികം പ്രസക്തി ഉണ്ട്. ഒരു തീരെ വയ്യാതെ കിടക്കുന്ന ഒരു രോഗിയെ കാണാൻ പോകുന്ന സമയത്ത് അവർക്കൊരു ഇത്തിരി സന്തോഷം കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ രോഗത്തിന്റെ ഒരു കാഠിന്യത്തിൽ നിന്ന് കുറച്ചെങ്കിലും അവർക്ക് കുറക്കാനായിട്ട് സാധിക്കുന്നുണ്ടാവും. അപ്പോൾ എന്തായാലും നൗഫൽ ഉപ്പാക്ക് ഒരു അടിപൊളി ഗിഫ്റ്റ് ആയിട്ട് പോകുന്നുണ്ട്. ഈ ഒരു ഫാദറിന്റെ, അതായത് നൗഫലിന്റെ ഉപ്പാന്റെ സിറ്റുവേഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉപ്പ ഇപ്പം ഈ അസുഖവും അതുപോലെ തന്നെ വയസ്സായിട്ടുള്ള ആളുകൾക്ക് അസുഖവും അതുപോലെ തന്നെ പ്രായവും കൂടി വന്നു കഴിഞ്ഞാൽ ഉള്ള അവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വയസ്സായിട്ടുള്ള ആളുകൾ കുട്ടികളെ പോലെയാവും. അപ്പോൾ നൗഫലിന്റെ ഉപ്പാന്റെ സിറ്റുവേഷൻ അത് തന്നെയാണ്. മെഡിസിൻസ് എടുക്കാൻ സമ്മതിക്കുന്നില്ല, ഗ്ലൂക്കോസ് എടുക്കാൻ സമ്മതിക്കുന്നില്ല, ഇഞ്ചക്ഷൻസ് ഒന്നും വെക്കാനൊന്നും സമ്മതിക്കുന്നില്ല. അത്രയും വാശി പിടിച്ചിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ഉപ്പാനൊന്ന് കൂളാക്കാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി നൗഫൽ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഗിഫ്റ്റുമായിട്ട് ഉപ്പാന്റെ അടുത്തേക്ക് പോകുന്നു കേട്ടോ. അപ്പോൾ ഉപ്പാനൊന്ന് മയപ്പെടുത്തി എടുക്കണം, മരുന്നുകൾക്ക് പ്രതികരിപ്പിക്കാനുള്ളൊരു ശേഷി ഉപ്പാക്ക് ഉണ്ടാക്കിയെടുക്കണം എന്നാണ് നൗഫലിന്റെ ഒരു ആഗ്രഹം. അപ്പോൾ എന്തായാലും ആ ഒരു സർപ്രൈസ് എന്താണെന്ന് കണ്ടിട്ട് നമുക്കൊന്ന് തിരിച്ചു വരാം. അങ്ങനെ ഗൈസ് ഉപ്പാക്കുള്ള ഫോൺ വാങ്ങിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ എന്തായി, ഇപ്പോൾ ഒരു ആഗ്രഹം പറഞ്ഞിരുന്നു. ആ ഒരു ആഗ്രഹം ഫോണാണ് കേട്ടോ. അപ്പം ഉമ്മയുടെ കയ്യിലുള്ള അങ്ങനത്തെ ഫോൺ വേണമെന്ന് പറഞ്ഞു. അപ്പം ഉമ്മയുടെ കയ്യിലുള്ള അങ്ങനത്തെ ഫോണിന് കൊടുത്ത് ടച്ച് ഫോണല്ല, ഇനി ഉപ്പാക്ക് വാങ്ങിക്കൊടുത്തത് ഇനി വീഡിയോ ഇട്ടു എന്ന് പറയാൻ നിൽക്കേണ്ട ഒരു ആഗ്രഹം അല്ലേ. ഇനി ഇത് കൊണ്ടുപോയി കൊടുത്താനുള്ള സന്തോഷം ഞാൻ ഒന്ന് കാണിച്ചുതരാം. ഉപ്പാക്ക് എങ്ങനെയാന്ന് വെച്ചാൽ, ഉപ്പാക്ക് നമ്മൾ സന്തോഷമുള്ള എന്ത് കാര്യം ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നതിനോട് ആള് പ്രതികരിക്കും. അതായത് ഇനി നമ്മൾ പറഞ്ഞൊക്കെ കേൾക്കും. ഞാൻ ഒരു ഫോണല്ല, ഒരു 100 ഫോൺ വാങ്ങിക്കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. ആ ഗുളിക ആ മരുന്ന് ഒന്ന് കുടിച്ചു കിട്ടിയാൽ മാത്രം മതി. ഇനിയിപ്പോൾ ഈ ഫോൺ കൊടുത്തില്ലേ, ഈ ഫോൺ കൊണ്ടുപോയി കൊടുത്തതിന് ഇനി ഗ്ലൂക്കോസ് വെക്കാനയക്കും, സൂചി വെക്കാനയക്കും, ഒക്കെയായിരിക്കും. ഇപ്പം ചെറിയൊരു വാശിയിലുള്ളത്. ഇതിന് കൊടുത്താൽ ഓക്കെ ആവും. ഇപ്പം നമ്മൾ മുടി വെട്ടാൻ കൊണ്ടുപോയി മുടി വെട്ടി കൊടുത്തപ്പോൾ കുട്ടിയെ കാണിച്ചു കൊടുത്തു. നൗഫല് കൊണ്ടുപോകുന്നത് ഒരു ഫോണാണ് കേട്ടോ. ഇപ്പൊ ഒരുപാട് കാലമായിട്ട് ചോദിച്ചിരുന്ന ഒന്നാണ് ഫോണെന്ന് നൗഫല് പറയുന്നുണ്ട്.
അപ്പോൾ ഈ ഒരു ഫോൺ കൊടുക്കുന്ന സമയത്ത് ഉപ്പാന്റെ മുഖത്തുള്ള ഒരു സന്തോഷം കാണാൻ വേണ്ടിയിട്ട് ആ ഒരു ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് സമയത്തേക്കെങ്കിലും ഉപ്പാന്റെ വാശിയൊക്കെ മാറ്റിയിട്ട് ഒരു നല്ല ആളായിട്ട് മെഡിസിൻസ് ഒക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരുമെന്നാണ് നൗഫൽ പ്രതീക്ഷിക്കുന്നത്. അപ്പം എന്തായാലും ആ ഒരു ഫോണുമായിട്ട് നൗഫൽ ഉപ്പാനെ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. ഉപ്പാന്റെ സിറ്റുവേഷൻ ഞാൻ പറഞ്ഞല്ലോ വളരെ മോശമാണ്, മെഡിസിൻസ് ഒന്നും എടുക്കാൻ സമ്മതിക്കാത്തൊരു സിറ്റുവേഷനാണ്. കുട്ടികളെ പോലെ തന്നെയാണ് ഉപ്പാന്റെ ഒരു സ്വഭാവം ഇപ്പോൾ ഉള്ളത്. സത്യം പറഞ്ഞാൽ ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ ഷോക്കായി, ഉപ്പാനെ കണ്ടപ്പോൾ ഞാൻ ആകെ ഷോക്കായി. കാരണം ഒരു മനുഷ്യൻ അസ്ഥികൂടമായാൽ എങ്ങനെയാണ് ഒരു സെയിം സിറ്റുവേഷനാണ് ആ ഒരു ഉപ്പാനെ കാണാനായിട്ടുള്ളത്. അപ്പം എന്തായാലും ഉപ്പാക്ക് ആ ഒരു ഫോൺ കൊടുക്കുന്ന മൊമെന്റ് എന്ന് പറഞ്ഞാൽ വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ഒരു അത്രയും പ്യുവർ ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ്. അത് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. അല്ലാഹുവിന്റെ നാവ് നിന്നിലേറി വന്നാൽ അല്ലാഹനെ വിളിക്കാത്തവരാരുണ്ട്? ഇന്നീ ദുനിയാവിലാരുണ്ട്? ഇന്നീ ദുനിയാവിലാരുണ്ട്? ആഴക്കടലോളം ഞാൻ ചെയ്ത പാപങ്ങൾ പൊറുക്കുവാനായി ഞാൻ തൗബയോതുന്നു. പരലോകനാളിൽ വിധി പറയുമ്പോൾ പൊറുത്തന്നെ സ്വർഗത്തിലാക്കിടേണേ. നിങ്ങളെ നമ്പർ എന്താ കോഡ് കണ്ടി? പേരിന്റെ അക്ഷരം പറയും. എന്നിട്ട് 994 അറിയാതെ എന്റെ നമ്പർ പെണ്ണുങ്ങളെ ചക്കരയുടെ ഇജാസിന്റെ നമ്പർ ഇല്ല, റേഞ്ച് ഇല്ലാത്തോണ്ടായിരിക്കും. നിങ്ങളൊന്ന് മാറി നോക്കുമ്പോ കേൾക്കൊണ്ടോ നോക്കുന്നു, മാറി എടുക്കലും നോക്കാനും. അതെല്ലാം എടുക്കുന്നേക്ക്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫോൺ കൊടുക്കുന്ന ഒരു മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഉപ്പ അതിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. നമുക്ക് ആ ഒരു ഉപ്പാന്റെ ഒരു ബോഡി ലാംഗ്വേജ് കണ്ടാൽ തന്നെ മനസ്സിലാവും രോഗം എത്രത്തോളം ഇദ്ദേഹത്തെ കാർന്ന് തിന്നിട്ടുണ്ട് എന്നുള്ളത്. ഒരുപാട് കഷ്ടതയിലാണ് എന്നുള്ളത് ഒന്നും പറയാതെ തന്നെ നമുക്ക് അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് പറ്റും. പക്ഷെ ആ ഫോൺ കൊടുക്കുന്ന സമയത്ത് അയാളുടെ ഉള്ളിലുണ്ടാവുന്ന അല്ലെങ്കിൽ ആ മുഖത്തുണ്ടാകുന്ന ഒരു സന്തോഷം നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ചിലരുടെയെങ്കിലും കണ്ണ് ചിലപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ നിറഞ്ഞിട്ടുണ്ടാവും. അപ്പം അതിനകത്ത് ഫോണ് കിട്ടുന്ന സമയത്ത് ഉപ്പാന്റെ മുഖത്തൊരു സന്തോഷമുണ്ട്. അതിലെല്ലാവരുടെയും ഫോണ് നമ്പർ സേവ് ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് സന്തോഷങ്ങളും കാര്യങ്ങളൊക്കെ ഉപ്പ ഇങ്ങനെ വണ്ടറടിച്ച് നോക്കി നിൽക്കുക, അത്ഭുതത്തോടു കൂടെ ഫോണിലേക്ക് നോക്കി നിൽക്കുക നമുക്ക് കാണാനായിട്ട് പറ്റുന്ന. അപ്പം എന്തായാലും അത് കൊടുത്ത സമയത്ത് എന്താണ് നൗഫലിന് തോന്നിയത് എന്നുള്ളത് നൗഫൽ പറയുന്നുണ്ട്, കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ഫോൺ കൊടുത്തിട്ട് എന്താണ് ഉപ്പാടെ റിയാക്ഷൻ ഉണ്ടായിരുന്നത്? ഭയങ്കര, അതായത് കടന്നിരുന്ന ആള് നീച്ച് കുത്തിരുന്ന് എല്ലാരെ നമ്പറും കുത്തിരുന്ന് സേവ് ചെയ്ത് ഒരുപാട് സന്തോഷം. ഇനിയിപ്പോ ഗ്ലൂക്കോസ് വെക്കാനൊക്കെ സമ്മതിക്കും, ഗ്ലൂക്കോസ് വെക്കല്ലേ വെച്ചപ്പോ മെല്ലെ കടന്നു ഒക്കെ സമ്മതിച്ചു. 1000 ഫോൺ വാങ്ങി കൊടുക്കാൻ ഞാൻ തയ്യാറാണ് ഗൈസ്. കാരണം ഒന്ന് ഗ്ലൂക്കോസോ ആ മരുന്നൊക്കെ ഒന്ന് വെച്ച് കിട്ടിയാൽ മതി അല്ലേ? ഭക്ഷണം അല്ല, ഒന്ന് രാവിലെ മരുന്നൊക്കെ ഞാൻ പൊടിച്ചു കൊടുത്തളാം. അത് അതേപോലെ ഛർദ്ദിച്ച് ഉള്ളിൽ പിടിക്കുന്നില്ല, അതാണ് ഒന്നാമത്തെ പ്രശ്നം. ഓക്കെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നൗഫൽ പറയുന്നുണ്ട് ഈ ഫോൺ കൊടുത്ത സമയത്ത് ഉപ്പ ഭയങ്കര ഹാപ്പി ആയി എന്നുള്ളത്. ഉപ്പ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഫോൺ റിസീവ് ചെയ്തത്. കാരണം ഒരുപാട് കാലമായിട്ട് ഉപ്പ ചോദിക്കുന്നുണ്ട്. പക്ഷെ ഹെൽത്തിന്റെ കണ്ടീഷൻ കാരണമാണ് നൗഫൽ എന്ത് ചെയ്യാത്തത്, ഫോൺ കൊടുക്കാത്തത്. ഉള്ള ഫോണും കൂടെ വാങ്ങി വെക്കുക ചെയ്ത്. കാരണം റേഡിയേഷനൊക്കെ ഭയങ്കര പ്രശ്നം ഉണ്ടാകും. ചെറിയൊരു പ്രശ്നം പോലും വലിയ പ്രശ്നമാകാൻ സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ റേഡിയേഷനൊക്കെ പേടിച്ചിട്ടാണ് അവർ ഫോൺ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം എന്തായാലും ഒരു പുതിയ ഫോൺ ഉമ്മാന്റെ കയ്യിലുള്ള അതേ ഫോൺ തന്നെ വേണമെന്ന് പറഞ്ഞിട്ടാണ് ഉപ്പാക്ക് ആ ഒരു സെയിം ഫോൺ തന്നെ നൗഫൽ വാങ്ങിച്ചു കൊടുക്കുന്നത്. അപ്പം എന്തായാലും ഇതൊക്കെ ഒരു ഒത്തിരി സന്തോഷം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഫോണ് കിട്ടിയ സമയത്ത് തന്നെ ഉപ്പ എല്ലാവരുടെ നമ്പറും അതിനകത്ത് സേവ് ചെയ്യുന്നുണ്ട്. ആ ഒരു സന്തോഷം കൊണ്ട് തന്നെയാണ് മരുമകൻ്റെ നമ്പർ, മകളുടെ നമ്പർ, എല്ലാവരുടെ നമ്പറും സേവ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഒരു വീഡിയോ കണ്ട സമയത്ത് എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് സന്തോഷം ഫീൽ ചെയ്തു. കാരണം നൗഫൽ ഒരു നല്ല മകനാണ്. നൗഫൽ സാധാരണ നമുക്ക് അറിയാനും അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള സംഭവിക്കുന്ന എന്താ
വൃദ്ധരാകുമ്പോൾ സുഖമില്ലാതാകുമ്പോൾ അസുഖങ്ങൾ പിടികൂടുമ്പോൾ മക്കൾ പലപ്പോഴും മാതാപിതാക്കൾ അങ്ങോട്ട് ഉപേക്ഷിച്ചു. ചിലപ്പോൾ വൃദ്ധസദനത്ത് കൊണ്ടാക്കിയെന്നൊന്നും വരില്ല, പക്ഷെ വീട്ടിലാണെങ്കിൽ പോലും മൂലയിൽ അവശേഷിക്കുന്ന ജീവിതങ്ങളായിട്ട് അവർ മാറും എന്നുള്ളതാണ്. പക്ഷെ നൗഫല് അങ്ങനെ വിധിക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ഉപ്പാക്ക് അവസാനത്തെ ശ്രമവും നൽകിയിട്ട് ഉപ്പാനെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരണം എന്നാണ് ആ നൗഫൽ എന്ന് പറഞ്ഞ ഒരു നല്ല മകൻ ആക്ച്വലി പ്രതീക്ഷിക്കുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ മാതാപിതാക്കൾ ഉപേക്ഷിക്കുന്ന ഒരുപാട് മക്കൾക്ക് നൗഫൽ സത്യത്തിൽ ഒരു റോൾ മോഡലാണ്. യൂട്യൂബിനകത്ത് ഒരുപാട് കോമൻറ്റ്സ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഉപ്പാൻ്റെ അസുഖം പറഞ്ഞപ്പോൾ നൗഫലെ ഇനി ഉപ്പാക്ക് വേണ്ടിയിട്ട് പൈസ ചിലവാക്കണ്ട, നീ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോര്, ഇനി ഉപ്പാക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിച്ചോട്ടെ, മരണം നമുക്ക് തടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെയൊക്കെ പറയുമ്പോഴും ആളുകൾക്കൊന്നും ചെവി കൊടുക്കാതെ ആ ഉപ്പാനെ പൊന്നുപോലെ ഇപ്പോഴും നൗഫൽ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ആണ് ഒരു പുത്രവാത്സല്യം അല്ലെങ്കിൽ ഒരു പുത്ര സ്നേഹം എന്നൊക്കെ പറയും. അപ്പോൾ അതെന്തായാലും നൗഫലിൻ്റെ ഭാഗം നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പേർക്ക് നൗഫൽ ഒരു മാതൃകയാണ്. ഉമ്മാനെയും ഉപ്പാനെയും എത്ര വയ്യാതായ സമയത്തും ചേർത്ത് പിടിക്കണം എന്നുള്ളതിൻ്റെ ഒരു വലിയ മെസ്സേജാണ് ഇത് നൽകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് താഴെ കമൻറ്റ് ചെയ്യൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ചിൽഡ്രൻ ബൈ.